എൻ്റെ പേര് ഷിബു എസ് നായർ, സ്ഥലം കാഞ്ഞിരംകുളം. നമ്മുടെ ഹിന്ദു സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ്സിലെ എൻ്റെ എളിയ പ്രവർത്തകരുണ്ട്, SFIയിലെ എൻ്റെ സഹോദരന്മാരുണ്ട്, RSSലെ എൻ്റെ സഹോദരന്മാരുണ്ട്. ശബരിമല എന്ന് പറയുന്ന നമ്മുടെ ഹിന്ദുക്കളുടെ എക്കാലത്തെയും ശക്തി കേന്ദ്രമായ ശബരിമലയിൽ ഇന്ന് നടക്കുന്നത് ഏറ്റവും ദയനീയ അവസ്ഥയാണ്. എൻ്റെ ചെറുപ്പകാലത്ത്, അതായത് 90 കാലഘട്ടങ്ങളിൽ ഈ RSSും SFIയും കോൺഗ്രസ്സിലെയും സഹോദരന്മാർ ഈ അയ്യപ്പ സീസൺ സമയത്ത്, ഈ മകരവിളക്ക് സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഒരു സെക്യൂരിറ്റി കൊടുക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു 90, 92, 93 കാലഘട്ടങ്ങളിൽ. അതിനുശേഷം അയ്യപ്പ സേവാ സംഘം എന്ന് പറയുന്ന ഒരു സംഘം വന്നു. അത് ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, അതിനെക്കുറിച്ചൊന്നും കേൾക്കാറില്ല. കാരണം ശബരിമല എങ്ങനെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഗവൺമെൻറ്, ആ ഗവൺമെൻറ്റിന് സപ്പോർട്ട് ചെയ്യുന്ന പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഞാൻ ഈ നിങ്ങളോട് സംസാരിക്കുന്നത് RSSലെയും SFIയിലെയും കോൺഗ്രസ്സിലെയും പ്രവർത്തകരായ നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളിൽ നല്ല സഹോദരന്മാരുണ്ട്, നല്ല മനുഷ്യന്മാരുണ്ട് നിങ്ങളുടെ സംഘടനകളിൽ. അങ്ങനെ അതുള്ള ഒരുപാട് സഹോദരന്മാരെ എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നലെ ഒരു ഫാമിലിയുമായിട്ട് ഞാൻ ആഴിമല, എൻ്റെ സ്ഥലം കാഞ്ഞിരംകുളത്തിനടുത്താണ് ആഴിമല എന്ന് പറയുന്ന ക്ഷേത്രം. അപ്പോൾ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഒരു 11:30 മണി സമയത്ത് ഒരു ഫാമിലിയുമായിട്ട് ഇന്നലെ ഞാൻ ആഴിമല ക്ഷേത്രത്തിലുണ്ടായിരുന്നു. ആ സമയത്താണ് ശബരിമലയിൽ പോയിട്ട്, ഹൈദരാബാദിലുള്ള ഒരു ഫാമിലി ശബരിമലയിൽ പോയിട്ട് അവർ ശബരിമലയിൽ നിന്നും കഴിഞ്ഞ് അവർ നേരെ ആഴിമല ക്ഷേത്രം കാണുവാൻ വേണ്ടി വന്നവർ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്താണ് ഞാൻ നിന്നിരുന്നത്. ആ സമയത്ത് എനിക്ക് അവരുടെ സംസാരത്തിൽ നിന്നും ഒരു കാര്യം മനസ്സിലായത്, അവരുടെ 6 വയസ്സുള്ള പെൺകുട്ടിയെ, മകളെ ആദ്യമായിട്ട് ശബരിമല കാണിക്കാൻ വേണ്ടിയാണ് ആ ഫാമിലി വന്നത്, ഒരു ഇനോവ കാറിൽ. ആ കുഞ്ഞിനെയും കൊണ്ട്, ആ 6 വയസ്സുള്ള പെൺകുഞ്ഞ് ആദ്യമായിട്ട് ശബരിമല കാണുവാൻ വേണ്ടി വരികയാണ്. ആദ്യമായി നമ്മളെ കേരളത്തിലെ ഏറ്റവും വലിയ നമ്മുടെ ശക്തി കേന്ദ്രമായ നമ്മുടെ ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ കാണുവാൻ വേണ്ടിയാണ് ആ കുഞ്ഞ് ഹൈദരാബാദിൽ നിന്നും കുടുംബമായിട്ട് ശബരിമലയിലെത്തിയത്. എന്നാൽ ആ 6 വയസ്സുള്ള കുഞ്ഞ് 7 മണിക്കൂറാണ് ശബരിമലയിൽ ക്യൂ നിന്നത്. എൻ്റെ പൊന്നുമോളെ, നീ ആദ്യമായിട്ട് നമ്മുടെ അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടി വന്ന് 7 മണിക്കൂർ ക്യൂ നിന്നെങ്കിൽ ആ 7 മണിക്കൂറും നിൻ്റെ കൂടെ അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹം നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ പ്രായത്തിലുള്ള 6 വയസ്സുള്ള നീ 7 മണിക്കൂർ ക്യൂ നിന്നിട്ടും നിനക്ക് ഒരു ക്ഷീണം പോലും വരാത്തതിന് കാരണം അയ്യപ്പസ്വാമി നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ശബരിമലയിൽ പോലീസ് എന്ന് പറയുന്ന സേനയെ ആക്കിയാൽ തന്നെ അതിനർത്ഥം നമ്മുടെ ഗവൺമെൻറ് പോയെന്നാണ്. കാരണം ഒരിക്കലും നമ്മുടെ ശബരിമലയിൽ ഒരിക്കലും പോലീസിന് സ്ഥാനം കൊടുക്കാൻ ഒരിക്കലും പാടില്ല. കാരണം നല്ല പോലീസുകാരുമുണ്ട്, എന്നാൽ അവരുടെ കൂട്ടത്തിൽ വെറും മനസാക്ഷിയില്ലാത്ത ചില പോലീസുകാരന്മാരുമുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ആ കുഞ്ഞിൻ്റെ ആ നിലവിളി, 6 വയസ്സുള്ള കുഞ്ഞ്, അവളെ മുഖത്ത് വളരെ പ്രസന്നതയോടെ അവൾ 7 മണിക്കൂർ ക്യൂ നിന്ന് തൻ്റെ ഇഷ്ടദൈവമായ അയ്യപ്പ ഭഗവാനെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അതും ഹൈദരാബാദിൽ നിന്ന് വന്ന ഒരു ഫാമിലിയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഈ വകുപ്പ്, നമ്മുടെ ദേവസ്വം വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് നമ്മുടെ K. രാധാകൃഷ്ണൻ സാറാണ്. അയാൾ മാന്യനായ ഒരു വ്യക്തിയാണ്, നല്ലൊരു സഖാവാണ്, കുടുംബം പോലും ഇല്ലാതെ അദ്ദേഹം വളരെ നിന്ന വകുപ്പുകളിലെല്ലാം നല്ലൊരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ ഇവന്മാർ വെറും ചെറ്റകളാണ്. അല്ലെങ്കിൽ ഇത്രയും ഒരു ശബരിമലയിൽ നിന്ന് കിട്ടിയ വരുമാനം, ആ ശബരിമലയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ശബരിമല നമ്മുടെ ക്ഷേത്രത്തിൽ മുടക്കിയിരുന്നെങ്കിൽ നമ്മുടെ ശബരിമല എന്ന് പറയുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും അറിയപ്പെടേണ്ട ഒരു അമ്പലമായി മാറുമായിരുന്നു. എന്നാൽ അവിടെ നിന്ന് കിട്ടുന്ന പണമാണ് ഈ പാവപ്പെട്ട നമ്മളെപ്പോലുള്ളവർ ഗവൺമെൻറ് ഓഫീസിൽ ചെല്ലുമ്പോൾ 1 മണിക്കൂർ ചെയ്യേണ്ട കാര്യം 3 മാസം കൊണ്ട് നടത്തുന്ന ഈ ഊമ്പന്മാരായ ഈ ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കുന്നു. മനസ്സിലാവും, ഒരു നന്ദിയില്ലാത്ത ഈ ഓഫീസർമാർക്ക് ശമ്പളം കൊടുക്കും. അപ്പോൾ ഈ പണം ആ ശബരിമലയിൽ ഒന്ന് ഉപയോഗിച്ചിരുന്നെങ്കിലോ, ഈ ശബരിമല സീസൺ സമയത്ത് കാട്ടിക്കുട്ടിയുള്ള ഒരിത് 90-94 കാലഘട്ടത്തിൽ ശബരിമലയിൽ നിന്ന് വാങ്ങിക്കുന്ന അരവണയും അപ്പത്തിനും എന്തൊരു ടേസ്റ്റായിരുന്നെന്നറിയാമോ? സത്യം, ഞാൻ നേരിട്ട് ക്യൂ നിന്ന് ഞാൻ അന്നത്തെ ആ ടിന്നിലുള്ള അരവണയും അപ്പവും ഞാൻ ക്യൂ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ട്. അന്ന് അത് കഴിക്കാൻ എന്ത് ടേസ്റ്റായിരുന്നു. ഇന്ന് സത്യത്തിൽ അത് നമ്മൾ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ കെട്ട നാറ്റമാണ്. കാരണം അത്രയ്ക്ക് അതമ്പതിച്ചു പോയി. ഗവൺമെൻറ്റിൻ്റെ കൂടെ ശബരിമല എന്ന് പറയുന്ന ശ്രീ ധർമ്മശാസ്താവ് അയ്യപ്പസ്വാമി, ആ മനുഷ്യനോട് കളിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്തുകൊള്ളണം, നിങ്ങളെ സമയം അടുത്തു വന്നു. കാരണം അയ്യപ്പസ്വാമിയോട് കളിക്കാൻ നിൽക്കരുത്. കാരണം അവിടെ ഈ അയ്യപ്പസ്വാമി, ഈ ലോകത്തുള്ള സകല അയ്യപ്പ ഭക്തന്മാർ വർഷത്തിൽ ഈ മകരവിളക്ക് സമയത്ത് ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ വരുന്നുവെങ്കിൽ ആ ശബരിമലയിലിരിക്കുന്ന ധർമ്മശാസ്താവിനൊരു ശക്തി ഉള്ളതുകൊണ്ടാണ്. അത് നിങ്ങൾ മറന്നു പോകരുത്. മന്ത്രി, നിങ്ങൾ മറന്നു പോകരുത്. രാത്രിയും പകലൊക്കെ കാറിൽ വളരെ വേഗത്തിലൊക്കെയാണ് കാർ യാത്ര ചെയ്യുന്നത്. അയ്യപ്പസ്വാമി ഒന്ന് കണ്ണടച്ചാൽ പല സന്ദർഭങ്ങളിൽ പല ആൾക്കാർക്ക് ഉണ്ടായിട്ടുണ്ട് ആക്സിഡൻറ്റുകളിൽ. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ശബരിമലയെ തൊട്ട് കളിക്കരുത്. അതിന് എൻ്റെ RSSലെ പ്രവർത്തകരോട്, നിങ്ങളെ പണ്ടത്തെ RSS എന്ന് പറഞ്ഞാൽ രാത്രി 2 മണിക്ക് 3 മണിക്കൊക്കെ ശാർക്കര അമ്പലത്തിലൊക്കെ ഉത്സവം കഴിഞ്ഞിട്ട് സ്ത്രീകൾക്ക് മര്യാദയ്ക്ക് നടന്നവർക്ക് വീട്ടിൽ എത്താൻ പറ്റും. അങ്ങനത്തെ RSSലെ പ്രവർത്തകരുണ്ടായിരുന്നു പണ്ട് കാലത്ത്. പക്ഷേ ഇന്ന് അങ്ങനെയുള്ള RSS പ്രവർത്തകരെ ഞാൻ കാണാറില്ല. ഞാൻ പലപ്പോഴും പല RSSലെ പ്രവർത്തകരെയും കാണുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്, അന്നത്തെ RSSൻ്റെ ശക്തി പോയി.
പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, രാഷ്ട്രീയം നോക്കാതെ ശബരിമലയുടെ വികസനത്തിന് വേണ്ടി, ശബരിമലയിൽ വരുന്ന തീർത്ഥാടകർ പറയുന്നത് ശബരിമലയിൽ ഒരു വികസനവുമില്ല, ഒന്ന് മൂത്രം ഒഴിക്കാൻ പോലും ഒരു സൗകര്യമില്ലാത്ത എൻ്റെ വകുപ്പ് മന്ത്രി, സത്യത്തിൽ നിങ്ങളൊരു നല്ലൊരു മനുഷ്യനാണെങ്കിൽ നിങ്ങൾ ഇതിനൊരു പരിഹാരം